റാപ്പർ വേടന്റെ പാട്ട് പാഠഭാഗങ്ങളിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് സംഘപരിവാർ രംഗത്ത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ബി.ജെ.പി. സിൻഡിക്കേറ്റ് അംഗം എ.കെ. അനുരാജ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർക്ക് പരാതി നൽകി. മേഘ മാധവൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മേഘ, കഴിഞ്ഞ ദിവസമാണ് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇത്തരത്തിൽ വേടന്റെ പാട്ട് പാഠ്യവിഷയത്തിൽ ഉൾപ്പെടുത്തിയത്. ഈ ബി.ജെ.പി. അല്ലെങ്കിൽ സംഘപരിവാർ വേടനെതിരെ നിരന്തരം ആക്രമണം ഉന്നയിക്കുന്ന അല്ലെങ്കിൽ ആക്രമണം തുടരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു ആക്രമണം കൂടി അല്ലെങ്കിൽ നീക്കം കൂടി സംഘപരിവാറിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. വേടന്റെ പാട്ട് പാഠഭാഗത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് സംഘപരിവാറിന്റെ പരാതിയിൽ ആവശ്യപ്പെടുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഈ പരാതിയിൽ നിന്ന് വ്യക്തമാവുന്നത്? അതായത് കഴിഞ്ഞ ദിവസമാണ് കാലിക്കറ്റ് സർവകലാശാല ബിരുദ കോഴ്സിലെ 3ാം സെമസ്റ്റർ മലയാളം പാഠപുസ്തകത്തിൽ വേടന്റെ റാപ്പ് ഉൾപ്പെടുത്തിയത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സംഘപരിവാർ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത്. അത് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സംഘപരിവാർ നോമിനി കൂടിയായ എ.കെ. അനുരാജ് ഇപ്പോൾ വൈസ് ചാൻസലർക്ക് കത്ത് നൽകിയിരിക്കുന്നത്. അതായത് ഇത്തരത്തിൽ ഒരു പാഠഭാഗം വേടന്റെ റാപ്പ് ഉൾക്കൊള്ളിച്ചത് തെറ്റായ സന്ദേശമാണ് നൽകുന്നത് എന്നതാണ് ഈ നൽകിയ കത്തിൽ പറയുന്നത്. ചൂണ്ടിക്കാണിക്കുന്ന കാര്യം എന്നത് ഈ വേടനുമായി ബന്ധപ്പെട്ട കേസ് നിലവിൽ നടക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പാഠഭാഗത്തിൽ ഉൾക്കൊള്ളിച്ചാൽ അത് തെറ്റായ സന്ദേശം നൽകും. അതിനൊപ്പം തന്നെ അതായത് ഇപ്പോൾ നിലവിൽ നേരത്തെ അതായത് വേടനുമായി ബന്ധപ്പെട്ട കേസുകളുടെ വിശദാംശങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു കത്ത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. നിലവിൽ ഇപ്പോഴും വേടൻ ജാമ്യത്തിലാണ്. അതുകൊണ്ട് അത് ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ട് ഇത് മാറ്റണം എന്നതാണ് ഈ സിൻഡിക്കേറ്റ് നോമിനിന്റെ ഇതുമായി ബന്ധപ്പെട്ട ആവശ്യം. നമുക്കറിയാം നേരത്തെ തന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ആയിരുന്ന സമയത്താണ് ഈ ബി.ജെ.പി. നോമിനിയായി തന്നെ സിൻഡിക്കേറ്റിലേക്ക് എത്തുന്നത്. അദ്ദേഹമാണ് ഇത്തരത്തിലൊരു പരാതി ഉന്നയിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെയും സംഘപരിവാറിന്റെ ഭാഗത്ത് നിന്ന് സംഘപരിവാർ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് വലിയ തരത്തിൽ വിമർശനം ഈ വേടനെതിരെ ഉണ്ടായിരുന്നു. പലതരത്തിൽ വേടനെ അധിക്ഷേപിക്കുന്ന പരാമർശം ഉൾപ്പെടെ സംഘപരിവാർ നേതാക്കൾ പലപ്പോഴായി നടത്തിയ സാഹചര്യം കൂടി നമ്മുടെ മുമ്പിലുണ്ട്. ഇതെല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് വായിക്കേണ്ടി വരും എന്നതാണ് ഏറ്റവും പ്രധാനം. ഇതിൽ വലിയ ഈ സംഘപരിവാറിന്റെ ഈ നിലപാടിനെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഒരു പക്ഷേ ഇത് സിൻഡിക്കേറ്റ് യോഗം ചേർന്നായിരിക്കും എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഇനി വരുന്ന സമയങ്ങളിൽ ചർച്ച ചെയ്യേണ്ടി വരും. എന്തായാലും സിൻഡിക്കേറ്റ് ഇത് വരുന്ന സമയങ്ങളിൽ അത് കൃത്യമായി ചർച്ച ചെയ്തായിരിക്കും ഒരു തീരുമാനം എടുക്കുക എന്നതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ആര്യ, ശരി, മേഘ മാധവനാണ് വിവരങ്ങൾ നൽകിയത്.